നമസ്കാരം. വീക്കിലി ട്രെൻഡ് സെറ്റേഴ്സിലേക്ക് സ്വാഗതം. 6 സെഷനുകളിലെ വിജയ പരമ്പരയ്ക്ക് വിരാമമിട്ടുകൊണ്ട് ആഴ്ചയിലെ അവസാന ദിനം പ്രോഫിറ്റ് ബുക്കിംഗിന് സാക്ഷ്യം വഹിച്ചാണ് ആഭ്യന്തര വിപണി വ്യാപാരം അവസാനിപ്പിച്ചത്. തുടർച്ചയായ 3-ാം ആഴ്ചയും ഇന്ത്യൻ ബെഞ്ച്മാർക്ക് സൂചികകൾ റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ചതോടെ നിഫ്റ്റി വാരാന്ത്യത്തിൽ 26,200 എന്ന നിർണായക ലെവലും മറികടന്നു. സെൻസെക്സ് ആകട്ടെ 85,978 എന്ന നിലയും തൊട്ടു. 54,467.35 എന്ന ഓൾ ടൈം ഹൈ നിലവാരം ബാങ്ക് നിഫ്റ്റിയും രേഖപ്പെടുത്തി. MSCI ഇൻഡെക്സിലെ ബാങ്കിംഗ് സ്റ്റോക്കുകളുടെ ഉൾപ്പെടുത്തലും തുടർന്നുള്ള വിദേശ നിക്ഷേപത്തിന്റെ ഒഴുക്കുമാണ് ബാങ്കിംഗ് ഓഹരികളിലെ റാലിക്ക് കാരണം. ഉത്തേജന പദ്ധതികൾ പ്രഖ്യാപിച്ച ചൈനീസ് നടപടിക്ക് പിന്നാലെ മെറ്റൽ ഓഹരികളിൽ കുതിപ്പ് പ്രകടമായി. റെക്കോർഡ് നേട്ടം കൈവരിച്ചുകൊണ്ട് 7% സംഭാവനയാണ് സൂചിക നൽകിയത്. 5% നേട്ടം നൽകിയ ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികയും 4.5% കുതിച്ച ഓട്ടോ സൂചികയും വീക്കിലി പെർഫോമൻസിൽ തിളങ്ങി. PSU ബാങ്ക് എനർജി സൂചികകളിലെ നേട്ടം 3 മുതൽ 3.5% വരെയായിരുന്നു. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന പഴഞ്ചൊല്ലിനെ ഓർമ്മിപ്പിക്കും വിധമായിരുന്നു പോയ വാരം അമേരിക്കൻ വിപണികളുടെ പ്രകടനം. റെക്കോർഡുകൾ മറികടക്കുമ്പോഴും ഒരു കറക്ഷൻ നേരിടുകയും പിന്നീട് അവിടെ നിന്നും റിക്കവർ ചെയ്യുന്ന വിപണികളെയായിരുന്നു പോയ വാരം കണ്ടത്. ഫെഡിന്റെ റേറ്റ് കട്ടും അനുമാനങ്ങൾക്കനുസൃതമായ GDP, കോർ PCE കണക്കുകളും ചൈനീസ് സർക്കാരിന്റെ ഉത്തേജന പാക്കേജുകളും എല്ലാം സൂചികകളെ ഉയരങ്ങളിലേക്ക് നയിച്ചു. പ്രതിവാര പ്രകടനം വിലയിരുത്തുമ്പോൾ സർവകാല ഉയരത്തിൽ അവസാനിച്ച ഡൗ ജോൺസ് 0.59% നേട്ടം റിപ്പോർട്ട് ചെയ്തപ്പോൾ S&P 500 0.62% നേട്ടത്തിലുമാണ് അവസാനിച്ചത്. നാസ്ഡാക്ക് കോമ്പോസൈറ്റ് 0.95% നേട്ടം നൽകി. സെപ്റ്റംബർ 30 US ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിന്റെ പ്രസ്താവനയായിരിക്കും വാരാന്ത്യത്തിൽ വിപണിയെ സ്വാധീനിക്കുന്ന പ്രധാന ഇവന്റ്. ഈ വർഷം 1% വരെ പലിശ നിരക്ക് കുറയ്ക്കുമെന്നാണ് നിക്ഷേപകരുടെ പ്രതീക്ഷ. അനുമാനങ്ങൾക്കനുസൃതമായ കോർ PCE വന്ന സാഹചര്യത്തിൽ റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകൾ ഉണ്ടാകുമോ എന്നതായിരിക്കും വിപണി വിലയിരുത്തുക. ഒക്ടോബർ 1 നിർമ്മാണ രംഗത്തെ പുരോഗതി വിലയിരുത്താൻ ഉപയോഗിക്കുന്ന മാനുഫാക്ചറിംഗ് ISM മാനുഫാക്ചറിംഗ് PMI ഡാറ്റകൾ എത്തും. ഓഗസ്റ്റിനെ അപേക്ഷിച്ച് ഒരു മാർജിനൽ കുറവാണ് PMI കണക്കുകളിൽ പ്രതീക്ഷിക്കുന്നത്. 50 താഴെ PMI തുടരുന്നത് അനലിസ്റ്റുകളെ ആശങ്കയിലാഴ്ത്തുന്നു. അന്നേ ദിവസം തന്നെ ജോൾസ് ജോബ് ഓപ്പണിംഗ് ഡാറ്റയും വരും. തൊഴിൽ വിപണിയുടെ ഗതി മനസ്സിലാക്കാൻ ഈ പ്രതിമാസാടിസ്ഥാനത്തിലുള്ള ഡാറ്റ നിക്ഷേപകരെ സഹായിക്കും. പോയ വാരത്തിൽ ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസിലെ കുറവ് മാന്ദ്യ ഭീഷണി കുറച്ചിരുന്നു. അതേ പാറ്റേൺ ഈ ഡാറ്റയിലും തുടരുമോ എന്നതായിരിക്കും നിക്ഷേപക ശ്രദ്ധ ആകർഷിക്കുക. അനുകൂലമായ ഡാറ്റയാണ് വരുന്നതെങ്കിൽ വീണ്ടും സൂചികകളെ ഉത്തേജിപ്പിക്കും. ഒപ്പം ഒക്ടോബർ 2 വരുന്ന ADP നോൺ ഫാം എംപ്ലോയ്മെന്റ് ചേഞ്ച് ഡാറ്റ കൂടി എത്തുമ്പോൾ തൊഴിൽ വിപണിയെ സംബന്ധിച്ച വ്യക്തമായ ചിത്രം നിക്ഷേപകർക്ക് മുന്നിൽ തെളിയും. ഒക്ടോബർ 3 പതിവ് പോലെ ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റയും വരും. അന്നേ ദിവസം തന്നെ ISM നോൺ മാനുഫാക്ചറിംഗ്, S&P ഗ്ലോബൽ കോമ്പോസൈറ്റ് PMI, സർവീസ് PMI കണക്കുകളും റിപ്പോർട്ട് ചെയ്യും. ഈ ഡാറ്റകൾ കൂടി വരുന്നതോടെ നിക്ഷേപകർക്ക് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ ഗതി മനസ്സിലാക്കാം. ഒക്ടോബർ 4 നോൺ ഫാം പേറോൾസ്, തൊഴിലില്ലായ്മ ഡാറ്റകൾ കൂടി വരുന്നതോടെ തൊഴിൽ വിപണിയുടെ സമീപ ഭാവി നിക്ഷേപകർക്ക് മുന്നിൽ തെളിയും. ഓഗസ്റ്റിൽ തൊഴിൽ മേഖലയുടെ സമ്മർദ്ദമായിരുന്നു നിക്ഷേപകരെ വലച്ചത്. അതേ തുടർന്ന് അടുത്ത 12 മാസത്തിനുള്ളിൽ അമേരിക്ക മാന്ദ്യം നേരിടുമെന്നായിരുന്നു വിലയിരുത്തപ്പെട്ടത്. അതുകൊണ്ട് തന്നെ സെപ്റ്റംബറിലെ തൊഴിൽ വിപണിയുമായി ബന്ധപ്പെട്ട ഓരോ ഡാറ്റയും വിപണിക്ക് നിർണായകമാകാം. നിരാശപ്പെടുത്തിയ നിർമ്മാണ സർവീസ് PMI കണക്കുകളും 1920കളിലെ പോലെ സമ്മർദ്ദം ആഗോള സമ്പദ് വ്യവസ്ഥ നേരിടുന്നു എന്ന ECB പ്രസിഡന്റ് ക്രിസ്റ്റ്യൻ ലഗാർഡയുടെ പ്രസ്താവനയോടും കാര്യമായി പ്രതികരിക്കാതെയാണ് യൂറോ സൂചികകൾ വ്യാപാരം അവസാനിപ്പിച്ചത്. അതേസമയം ആഗോള രംഗത്തെ അനുകൂല സാഹചര്യത്തിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട് സൂചികകൾ പ്രതിവാരാടിസ്ഥാനത്തിൽ നേട്ടമാണ് റിപ്പോർട്ട് ചെയ്തത്. സർവകാല ഉയരത്തിലേക്ക് കുതിച്ച ഡാക്സ് സൂചിക 4.03% നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ 3.89% നേട്ടമാണ് CAC 40 റിപ്പോർട്ട് ചെയ്തത്. FTSE 100 1.1% നേട്ടവും രേഖപ്പെടുത്തി. സെപ്റ്റംബർ 30 ബ്രിട്ടന്റെ GDPയും ജർമ്മനിയുടെ CPI കണക്കുകളുമാണ് യൂറോ സോണിനെ കാത്തിരിക്കുന്ന പ്രധാന ഡാറ്റ. യൂറോ മേഖലയിലെ പ്രധാന സമ്പദ് വ്യവസ്ഥകളുടെ ഡാറ്റ എന്ന നിലയിൽ നിക്ഷേപകരുടെ ശ്രദ്ധ ആകർഷിക്കും. ക്രിസ്റ്റ്യൻ ലഗാർഡയുടെ പ്രസ്താവനയും നിക്ഷേപക ശ്രദ്ധ ആകർഷിക്കും. ഒക്ടോബർ 1
ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ്, യൂറോസോൺ എന്നിവിടങ്ങളിലെ നിർമ്മാണ രംഗത്തെ PMI കണക്കുകളും എത്തും. ഈ രാജ്യങ്ങളിലെല്ലാം ഒരു മാർജിനൽ കുറവാണ് പ്രതീക്ഷിക്കുന്നത്. യൂറോസോണിന്റെ CPI കണക്കുകളും അന്ന് തന്നെയാണ് വരുന്നത്. ഒക്ടോബർ 2 വരുന്ന യൂറോസോണിന്റെ തൊഴിലില്ലായ്മ കണക്കുകളും വിപണി ശ്രദ്ധയാകർഷിക്കും. ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ്, യൂറോസോൺ എന്നിവിടങ്ങളിലെ സർവീസ് PMI ഒക്ടോബർ 3 റിപ്പോർട്ട് ചെയ്യും. ഒപ്പം അന്നേ ദിവസം തന്നെ വരുന്ന ബ്രിട്ടന്റെയും യൂറോസോണിന്റെയും കോമ്പസൈറ്റ് PMI കണക്കുകൾ മേഖലയുടെ ഗതി മനസ്സിലാക്കി തരും. ചൈനീസ് സർക്കാരിന്റെ ഉത്തേജന പദ്ധതികളും പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈനയുടെ ഈസിയിങ് മെഷേഴ്സും ഏഷ്യൻ വിപണികളെ ഉത്തേജിപ്പിച്ചു. പ്രതിവാര പ്രകടനം നോക്കുമ്പോൾ നിക്കൈ 225 5.56% നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ പ്രധാന ചൈനീസ് സൂചികകൾ 2 അക്ക നേട്ടത്തോടെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സെപ്റ്റംബർ 29 ചൈനയുടെ മാനുഫാക്ചറിംഗ്, നോൺ മാനുഫാക്ചറിംഗ്, സെയ്ഷൻ മാനുഫാക്ചറിംഗ്, സെയ്ഷൻ സർവീസ് PMI കണക്കുകളും വരും. ചൈനയുടെ സമ്പദ് വ്യവസ്ഥയുടെ മുന്നോട്ടുള്ള ഗതി നിക്ഷേപകർക്ക് ഈ ഡാറ്റകളിലൂടെ മനസ്സിലാക്കാം. ഒപ്പം ഒക്ടോബർ 2 വരുന്ന ജപ്പാന്റെ സർവീസ് PMI കണക്കുകളും മേഖലയുടെ സ്ഥിതി നിക്ഷേപകർക്ക് വ്യക്തമാക്കും. കമോഡിറ്റി മാർക്കറ്റിൽ ആഴ്ചകളായി ഡൗൺ ട്രെൻഡ് നേരിടുന്ന ക്രൂഡ് പോയ വാരം കൺസോളിഡേഷനിൽ തുടർന്നു. സൗദി അറേബ്യ എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കും എന്ന വാർത്തകളും ക്രൂഡ് വിലയിൽ സമ്മർദ്ദം ചെലുത്താൻ കാരണമായി. പോയ വാരം 3 ദിനങ്ങളിലും ഇടിഞ്ഞ ബ്രന്റ് ക്രൂഡ് വാരാന്ത്യത്തിൽ 2.8% താഴ്ന്ന് ബാരലിന് $71.79 വ്യാപാരം അവസാനിപ്പിച്ചത്. WTI ക്രൂഡ് 4.01% കുറഞ്ഞ് ബാരലിന് $69.36 എന്ന നിലയിലും അവസാനിച്ചു. ടെക്നിക്കൽ സൈഡിൽ ബ്രന്റ് ക്രൂഡിനെ സംബന്ധിച്ച് $70.84 സപ്പോർട്ട് പരിഗണിക്കാം. തുടർന്ന് $70 എന്ന ലെവലും സപ്പോർട്ടായി ആക്ട് ചെയ്യും. $72.3 റേഞ്ചിലാണ് ആദ്യ റെസിസ്റ്റൻസ് ഉള്ളത്. ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ $73, തുടർന്ന് $75.84 എന്ന നിലയിലാണ് അടുത്ത റെസിസ്റ്റൻസ്. WTI ക്രൂഡിനെ സംബന്ധിച്ച് $71.46 ആണ് ആദ്യ റെസിസ്റ്റൻസ്. ഈ ഒരു മേജർ റെസിസ്റ്റൻസ് മറികടക്കാനായാൽ 55 ഡേ SMA ലെവലായ $73.83 റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. തുടർന്ന് $75.27 റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്യും. ഡൗൺ സൈഡിൽ $67.11 ആദ്യ സപ്പോർട്ട് ഉള്ളത്. തുടർന്ന് $64.38 സപ്പോർട്ട് പ്രതീക്ഷിക്കാം. തുടർച്ചയായ 3-ാം ആഴ്ചയിലും സർവകാല ഉയരം തൊട്ടുകൊണ്ട് സ്വർണം കുതിച്ചു. ഇതേ തുടർന്ന് വ്യാഴാഴ്ച ട്രോയ് ഔൺസിന് 2655.58 എന്ന ലെവലിലെത്തി. എന്നാൽ പ്രതീക്ഷിച്ചതിലും താഴ്ന്ന US ഇൻഫ്ലേഷൻ ഡാറ്റ സ്വർണ്ണവിലയിൽ സമ്മർദ്ദം ചെലുത്തി. ഒടുവിൽ പ്രതിവാരാടിസ്ഥാനത്തിൽ 1.38% നേട്ടത്തോടെ ട്രോയ് ഔൺസിന് $2657.97 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണത്തെ സംബന്ധിച്ച് വരുന്ന സെഷനുകളിൽ $2600 ഇമ്മീഡിയറ്റ് സപ്പോർട്ട് പ്രതീക്ഷിക്കാം. ഇത് ബ്രേക്ക് ചെയ്താൽ ഫിബനാച്ചി റിട്രേസ്മെന്റ് ലെവലായ $2544 ആയിരിക്കും അടുത്ത സപ്പോർട്ട് സോൺ. മറിച്ച് സ്വർണ്ണവിലയിലെ മുന്നേറ്റം തുടരുകയാണെങ്കിൽ $2700 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ഈ ലെവൽ മറികടന്നാൽ 2750 എന്ന സൈക്കോളജിക്കൽ ലെവലിലും റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. കരുത്താർജിക്കുന്ന ഡോളർ ഇന്ത്യൻ രൂപയ്ക്ക് തിരിച്ചടിയാവുകയാണ്. എങ്കിലും ഫെഡറൽ റിസർവ് ഇനിയും പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷ രൂപയ്ക്ക് ശക്തി പകരുന്നുണ്ട്. പ്രതിവാരത്തിൽ 0.23% ഇടിവോടെ 83.65 എന്ന ലെവലിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. വരുമാഴ്ചയിൽ രൂപയുടെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 83.44 രൂപയിലാണ്. തുടർന്ന് സൈക്കോളജിക്കൽ ലെവലായ 83 എന്ന ലെവലും റെസിസ്റ്റൻസ് ആയി കണക്കാക്കാം. മറുവശത്ത് 83.75 രൂപ സപ്പോർട്ടായി ആക്ട് ചെയ്യും. തുടർന്ന് 84 രൂപ റേഞ്ചിലും സപ്പോർട്ട് പരിഗണിക്കാം. പോയ വാരത്തിൽ FIIയുടെ ഭാഗത്തു നിന്നും നെറ്റ് സെല്ലിംഗ് ആണ് ഉണ്ടായത്. FII 3932.8 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തിയപ്പോൾ DII 15961.71 കോടി രൂപയുടെ ബൈയിങ്ങും നടത്തിയിട്ടുണ്ട്. ഇന്ത്യൻ മാക്രോ തലത്തിൽ HSBC സർവീസ് PMI കണക്കുകൾ വന്നിരുന്നു. സെപ്റ്റംബർ മാസത്തിൽ രാജ്യത്തിന്റെ ബിസിനസ് മേഖലയിലെ വളർച്ച 9 മാസത്തെ താഴ്ന്ന നിലയിലേക്ക് കുറഞ്ഞു. എങ്കിലും സർവീസ് മേഖലയിലെ തൊഴിലുകളുടെ എണ്ണം 2 വർഷത്തിനിടയിലെ അതിവേഗ വളർച്ചയും പ്രകടമാക്കി. ഡിമാൻഡിലുണ്ടായ നേരിയ കുറവും ചിലവിലുണ്ടായ മുന്നേറ്റവും സർവീസ് PMI കണക്കുകൾ കുറയുന്നതിന് കാരണമായി.
മാനുഫാക്ചറിംഗ് PMI ആകട്ടെ 8 മാസത്തെ താഴ്ന്ന നിലയിലേക്കും കുറഞ്ഞു. 57.5 നിന്നും 56.7 ആയാണ് PMI കുറഞ്ഞത്. പുതിയ ബിസിനസ് ഓർഡറുകളിൽ ഉണ്ടായ കുറവാണ് ഇതിന് കാരണം. വരുന്നയാഴ്ച ഒക്ടോബർ 1 ചൊവ്വാഴ്ചയാണ് HSBC മാനുഫാക്ചറിംഗ് PMI കണക്കുകൾ റിലീസ് ചെയ്യുന്നത്. ഒക്ടോബർ 4 വെള്ളിയാഴ്ച HSBC സർവീസ് PMI കണക്കുകളും വരും. 4 ട്രേഡിംഗ് ദിനങ്ങൾ മാത്രമുള്ള ആഴ്ചയിലേക്കാണ് വിപണി കടക്കുന്നത്. സെപ്റ്റംബർ 30 തിങ്കളാഴ്ച RBIയുടെ പണനയ യോഗങ്ങളെ സ്വാധീനിക്കുന്ന ധനക്കമ്മി കണക്കുകൾ പുറത്തുവരുന്നുണ്ട്. ഒക്ടോബർ 7 മുതൽ 9 വരെ MPC യോഗം നടക്കാനിരിക്കുന്നതിനാൽ കണക്കുകൾ ഏറെ ശ്രദ്ധ നേടും. ഭക്ഷ്യവിലയിൽ കുറവ് വന്നതിനാൽ തന്നെ പണപ്പെരുപ്പ ആശങ്കകളിൽ അല്പം അയവ് വന്നിട്ടുണ്ട് എന്ന് ധനകാര്യ മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ടുകളിൽ സൂചിപ്പിച്ചിരുന്നു. ഓഗസ്റ്റിൽ പണപ്പെരുപ്പ കണക്കുകൾ ലക്ഷ്യപരിധിക്കുള്ളിൽ എത്തിയിരുന്നു. അതിനാൽ തന്നെ നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ 2ാം പകുതിയിൽ സ്റ്റഡിയായ വളർച്ച രേഖപ്പെടുത്തിയേക്കാമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ മികച്ച മൺസൂൺ അടക്കമുള്ള പലവിധ അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിനാൽ പണപ്പെരുപ്പത്തെക്കുറിച്ചുള്ള ഔട്ട്ലുക്കും പോസിറ്റീവായി തന്നെ തുടരുകയാണ് എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ധനക്കമ്മി കണക്കുകൾ പരിശോധിച്ചാൽ ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള കാലയളവിൽ ധനക്കമ്മി 2.77 ലക്ഷം കോടി രൂപയായി രേഖപ്പെടുത്തി. ഫുൾ ഇയർ ടാർഗറ്റ് ആയ 16.85 ലക്ഷം കോടി രൂപയുടെ 17.2% ഇപ്പോൾ ധനക്കമ്മി നിലനിൽക്കുന്നത്. റവന്യൂ കളക്ഷനിൽ ഉണ്ടായ മുന്നേറ്റവും എക്സ്പെൻഡിച്ചറിൽ നിയന്ത്രണം കൊണ്ടുവന്നതും ധനക്കമ്മി കാര്യമായി കുറയാൻ കാരണമായി. കറന്റ് അക്കൗണ്ട് ഒപ്പം 2ാം പാദത്തിലെ ഫോറിൻ ഡെറ്റ് കണക്കുകളും അന്നേ ദിവസം തന്നെയാണ് വരുന്നത്. മാർച്ച് പാദത്തിൽ കറന്റ് അക്കൗണ്ട് സർപ്ലസ് GDPയുടെ 0.6%. സർവീസ് എക്സ്പോർട്ടിൽ ഉണ്ടായ മുന്നേറ്റം $5.7 ബില്യൺ കറന്റ് അക്കൗണ്ട് സർപ്ലസ് രേഖപ്പെടുത്തുന്നതിന് കാരണമായി. തൊട്ടു മുൻപുള്ള പാദത്തിൽ $8.7 ബില്യൺ ഡെഫിസിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഫോറിൻ ഡെറ്റ് കണക്കുകൾ നോക്കിയാൽ $663.8 ബില്യൺ ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കണക്കുകളെല്ലാം സമ്പദ് വ്യവസ്ഥയുടെ സ്ഥിതിഗതികളെ കുറിച്ച് വ്യക്തമായ ധാരണ നൽകും. ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്പുട്ട് കണക്കുകളാണ് തിങ്കളാഴ്ച വരുന്ന മറ്റൊരു പ്രധാന ഡേറ്റ. ജൂലൈ മാസത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്പുട്ട് 6.1% ഉയർന്നിട്ടുണ്ട്. സർവീസ് PMI കണക്കുകളോടൊപ്പം വെള്ളിയാഴ്ച പതിവ് പോലെ വരുന്ന മറ്റ് ഡാറ്റകളാണ് ബാങ്ക് ലോൺ, ഡെപ്പോസിറ്റ് ഗ്രോത്ത് കണക്കുകൾ. ബാങ്കുകളുടെ വായ്പാ വളർച്ച 13.6% നിന്നും 13.3% കുറഞ്ഞു. ഡെപ്പോസിറ്റ് ഗ്രോത്ത് ആകട്ടെ 10.8% നിന്ന് 11.1% ഉയർന്നിട്ടുണ്ട്. വായ്പാ വളർച്ചയിലെ കുറവ് തുടരുമോ എന്നത് വിപണി ഉറ്റുനോക്കും. ഫോറക്സ് കണക്കുകളാണ് ഒപ്പം വരുന്നത്. സെപ്റ്റംബർ 20 അവസാനിച്ച ആഴ്ചയിൽ ഫോറക്സ് റിസർവ് $2.84 ബില്യൺ വർദ്ധിച്ച് $692.3 ബില്യൺ തുടർച്ചയായ 6ാം ആഴ്ചയിലും വർധനവ് തുടർന്ന റിസർവ് വീണ്ടും സർവകാല ഉയരത്തിലെത്തി. കോർപ്പറേറ്റ് തലത്തിൽ ഒക്ടോബർ 1 ചൊവ്വാഴ്ച ഓട്ടോ സെയിൽസ് കണക്കുകൾ വരുന്നുണ്ട്. പ്രീ ഫെസ്റ്റീവ് സ്ലോഡൌൺ നിലനിന്നിരുന്നതിനാൽ താരതമ്യേന റീറ്റെയിൽ ഓട്ടോ ഡിമാൻഡിൽ കാര്യമായ മുന്നേറ്റം ഇത്തവണ ഉണ്ടായിട്ടില്ല. അതിനാൽ ദുർബലമായ സെയിൽസ് കണക്കുകൾ തന്നെയാകും കമ്പനികൾ പുറത്തുവിടുക എന്നാണ് കരുതുന്നത്. എങ്കിലും ദീപാവലി അടക്കമുള്ള മറ്റ് ഫെസ്റ്റീവ് സീസൺ ഒക്ടോബർ മുതൽക്ക് ആരംഭിക്കുന്നത് ഈ ട്രെൻഡിൽ മാറ്റം ഉണ്ടാകുന്നതിന് കാരണമാകും എന്ന് വിലയിരുത്തുന്നുണ്ട്. പോയ വാരം സർവകാല ഉയരം തൊട്ട ഓട്ടോ സൂചികയ്ക്ക് വരുന്ന ഡാറ്റകൾ നിർണായകമാകും. പ്രൈമറി മാർക്കറ്റിൽ നിക്ഷേപകർ ഉറ്റുനോക്കുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ ധനസമാഹരണവുമായി എത്തുന്ന ഹ്യുണ്ടായി മോട്ടോഴ്സിന്റെ IPO-യാണ്. 20 വർഷങ്ങൾക്കിപ്പുറം കാർ നിർമ്മാതാക്കളായ ഹ്യുണ്ടായി വിപണിയിലെത്തുമ്പോൾ 25,000 കോടി രൂപയാണ് സമാഹരിക്കാൻ ലക്ഷ്യമിടുന്നത്. LICക്ക് ശേഷം ഏറ്റവും വലിയ ഫണ്ട് സമാഹരിക്കുന്ന കമ്പനിയുടെ സബ്സ്ക്രിപ്ഷൻ ഡേറ്റ്, പ്രൈസ്, ബ്രാൻഡ് എന്നിവയുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം കമ്പനി അറിയിച്ചിട്ടില്ല. അതേസമയം കഴിഞ്ഞ ആഴ്ച IPO-യുമായി എത്തിയ മാൻബ ഫിനാൻസ് 30-നും, KRN ഹീറ്റ് എക്സ്ചേഞ്ചർ ഒക്ടോബർ 3-നും, തുടർന്ന് ഡിഫ്യൂഷൻ എഞ്ചിനീയേഴ്സ് ഒക്ടോബർ 4-നും ദലാൽ സ്ട്രീറ്റിൽ അരങ്ങേറ്റം കുറിക്കും. സെപ്റ്റംബർ 24-ന് ആദ്യമായി 26,000 മറികടന്ന നിഫ്റ്റി സെപ്റ്റംബർ 28-ന് സർവകാല ഉയരമായ 26,277.35 രേഖപ്പെടുത്തി. അതായത് 1.51% വീക്കിലി റിട്ടേൺ ആണ് ഇൻഡെക്സ് നൽകിയത്. കോട്ടക് സെക്യൂരിറ്റീസിലെ ടെക്നിക്കൽ അനലിസ്റ്റ് അമോൽ അഥാവാലെ പറയുന്നത് നിലവിലെ മാർക്കറ്റ് ടെക്സ്ചർ വളരെ ബുള്ളിഷ് ആണെന്നാണ്. എന്നാലും നിലവിലെ സാഹചര്യത്തിൽ ബൈ ഓൺ ഡിപ്സും സെൽ ഓൺ റൈസുമാണ് സജസ്റ്റ് ചെയ്യുന്നത്.
ഷോർട്ട് ടേം ട്രേഡേഴ്സിനുള്ള ഐഡിയൽ സ്ട്രാറ്റജിയാണിതെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. നിഫ്റ്റിയിൽ 26,100, തുടർന്ന് 26,000 എന്ന ലെവൽ പ്രധാന സപ്പോർട്ട് സോണാണ്. അതുപോലെ തന്നെ 26,400, 26,500 എന്നത് ക്രൂഷ്യൽ റെസിസ്റ്റൻസ് മേഖലകളാണ്. എന്നിരുന്നാലും 26,000 താഴെ ഇൻഡെക്സ് തുടർന്നാൽ നിലവിലെ മാർക്കറ്റ് സെന്റിമെന്റ്സിൽ മാറ്റം വരാം. അതുകൊണ്ട് തന്നെ ലോങ് പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്നുവെങ്കിൽ പൊസിഷൻ എക്സിറ്റ് ചെയ്യാനാണ് അദ്ദേഹം അഡ്വൈസ് ചെയ്യുന്നത്. LKP സെക്യൂരിറ്റീസിലെ അനലിസ്റ്റ് റൂബക് ഡേ പറയുന്നത് ഇൻഡെക്സ് മൂവിംഗ് ആവറേജസിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നിലവിലെ മാർക്കറ്റ് സെന്റിമെന്റ് സ്ട്രോങ് ആയി തന്നെ നിലനിന്നേക്കുമെന്നാണ്. ഒപ്പം 26,300 മുകളിൽ വീണ്ടും ഒരു പുതിയ റാലിയും പ്രതീക്ഷിക്കാം. 26,300 നിഫ്റ്റി മറികടക്കുകയാണെങ്കിൽ 26,600 വരെ റാലി തുടരാമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ ഡെയിലി ടൈം ഫ്രെയിമിൽ ഒരു ബെയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. തുടർച്ചയായ 14 സെഷനുകളിൽ 3,800 പോയിന്റിന്റെ റാലി തന്നതിന് ശേഷമുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു പോയ വാരം കണ്ടത്. 541 പോയിന്റിന്റെ നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 53,834 ബാങ്ക് നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചത്. വീക്കിലി ടൈം ഫ്രെയിമിൽ ഒരു സ്മോൾ ബോഡി ക്യാൻഡിലാണ് ചാർട്ടിൽ ഫോം ചെയ്തിരിക്കുന്നത്. ക്യാൻഡിലിന്റെ അപ്പർ ഷാഡോയിൽ ലോങ് വിക്ക് രൂപപ്പെട്ടത് ഒരു സെല്ലിംഗ് പ്രഷറിനെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇൻഡെക്സിന്റെ സ്ട്രക്ചറിൽ ഇപ്പോഴും ഹയർ ഹൈ ഹയർ ലോസ് തുടരുന്നത് കൊണ്ട് അണ്ടർടോൺ ബുള്ളിഷായി തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കോർടെക്സ് സെക്യൂരിറ്റീസ് ടെക്നിക്കൽ അനലിസ്റ്റ് അമോൽ അഥവാലെ പറയുന്നത് മീഡിയം ടേം ബുള്ളിഷ് ആണെന്നാണ്. എന്നിരുന്നാലും താൽക്കാലികമായ ഓവർബോട്ട് സ്ഥിതിയിൽ ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റാണ് വരാനിരിക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നു. അതിനാൽ തന്നെ 53,500, 53,100 ഒരു കീ സപ്പോർട്ട് മേഖലകളായി നിലനിൽക്കും. റെസിസ്റ്റൻസ് ആയി 54,500, 54,800 പ്രതീക്ഷിക്കാം. ഇവിടെ നിന്നും ഒരു പ്രോഫിറ്റ് ബുക്കിംഗിനുള്ള സാധ്യത കൂടി അദ്ദേഹം പങ്കുവയ്ക്കുന്നു. റിസൾട്ട് സീസണ് മുന്നോടിയായി വരുന്ന കമ്പനി അപ്ഡേറ്റ്സിലേക്കാണ് വരുന്ന വാരം വിപണി കടക്കുന്നത്. റെക്കോർഡ് റാലിക്ക് പിന്നാലെ വെള്ളിയാഴ്ച നേരിട്ട പ്രോഫിറ്റ് ബുക്കിംഗ് വരും സെഷനുകളിലും തുടരുമോ, അതോ വീണ്ടും ഒരു സർവകാല ഉയരങ്ങൾ ഭേദിക്കുന്നതിന് മുൻപുള്ള ചെറിയ ഇടിവാണോ വിപണി പ്രകടമാക്കിയത് എന്നതാകും അടുത്ത വാരത്തിൽ നിക്ഷേപകർ പ്രധാനമായും നോക്കിക്കാണുക. മാർക്കറ്റിന്റെ കൂടുതൽ അപ്ഡേറ്റ്സും പ്രീ മാർക്കറ്റ് അനാലിസിസുമായി തിങ്കളാഴ്ച രാവിലെ 8:30 മാർക്കറ്റ് പ്ലസിൽ കാണാം. നന്ദി, നമസ്കാരം.